أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്ന പ്രധാനമായ വിഷയം എന്ന് പറയുന്നത് നമ്മുടെ പരിശുദ്ധമായ റമദാൻ മാസം വരികയാണല്ലോ. ആ റമദാൻ മാസം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ മാസത്തെ സ്വാഗതം ചെയ്യുന്ന ഒരു സ്വഭാവം നമുക്ക് ഉണ്ട്. നമ്മുടെ പൂർവികന്മാരും എല്ലാ സജ്ജനങ്ങളായ എല്ലാ ആളുകളും ആ റമദാൻ മാസത്തിൻ്റെ വരവിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നു. ആ സ്വാഗതം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചെല്ലുന്ന ദുആ എന്ന് പറയുന്നത് അല്ലാഹുമ്മ ബാരിക് ലനാ റജബൻ വശഅബാൻ വബല്ലഗ്നാ ഫീ റമദാൻ എന്ന് പറഞ്ഞാൽ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും പടച്ച തമ്പുരാനേ ഞങ്ങൾക്ക് നീ കരുണ ചെയ്യണേ അല്ലാ. എല്ലാവിധ ഗുണങ്ങളും ഈ 2 മാസങ്ങളിലും ഞങ്ങൾക്ക് നീ തരണേ അല്ലാ. എങ്കിലേ ഞങ്ങൾക്ക് സുവർണമായി ഇതീ കൂടി നിന്റെ റമദാൻ മാസത്തിൽ നോയമ്പ് പിടിക്കാൻ ഞങ്ങൾക്ക് പറ്റുകയുള്ളൂ. മറ്റെന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ നീ തന്നാൽ നിന്റെ റമദാൻ മാസത്തിൽ ഞങ്ങൾക്ക് നോയമ്പ് പിടിക്കാൻ കഴിയാതെ വരുമല്ലോ. അതുകൊണ്ട് പടച്ചവനെ ഞങ്ങളതാ ദുആ ചെയ്യുന്നു, നീ സ്വീകരിക്കണേ അല്ലാ. ഈ റജബ് മാസത്തിലും ശഅബാൻ മാസത്തിലും നീ കരുണ ചെയ്യുകയും എല്ലാവിധ ഗുണസൗഭാഗ്യങ്ങൾ നീ തരികയും ചെയ്യണം. ഞങ്ങൾക്ക് റമദാൻ മാസത്തിൽ നോയമ്പ് പിടിക്കുന്നതിനുള്ള അനുഗ്രഹം നീ തരണേ അല്ലാ. അങ്ങനെ ഈ റമദാൻ മാസത്തിൽ നമ്മൾ നോയമ്പ് പിടിക്കുന്നു. അങ്ങനെ നോയമ്പ് പിടിക്കുന്നു. എത്ര നോയമ്പ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ 29 അല്ലെങ്കിൽ നമ്മൾ 30 നോയമ്പ് പിടിക്കും. അങ്ങനെ ഈ 30 നോയമ്പ് പിടിക്കുന്ന ഒരാളിനെ സംബന്ധിച്ച് ആ ആളിന് അല്ലാഹു സുബ്ഹാനഹു വ തആല 27 എന്ന് പറയുന്ന ഒരു രാവ് പ്രത്യേകമായ രാവാണ്. ഈ രാവിൽ അല്ലാഹു തആല ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്ന ഒരു മഹാസംരംഭത്തെ ഇറക്കിയിരിക്കുന്നു. ഈ മഹാസംരംഭത്തെ ആർക്കെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നു 1000 മാസം നിങ്ങൾ നോയമ്പ് പിടിച്ച പ്രതിഫലം അതോടെ നിങ്ങൾക്ക് അല്ലാഹു തആല തരുന്നു. അതിനുവേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഒരു സൂറത്ത് പ്രത്യേകമായി ഖുർആൻ ഇറക്കിയിട്ടുണ്ട്. ആ സൂറത്ത് ഏതാണെന്ന് ചോദിച്ചാൽ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നതായ ഒരു ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഈ ഖുർആൻ ഇറക്കിയിരിക്കുന്നു. അപ്പോൾ 30 നോയമ്പോ 29 നോയമ്പോ പിടിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടുകയുള്ളൂ. ഈ ലൈലത്തുൽ ഖദ്ർ കിട്ടിക്കഴിഞ്ഞാൽ 1000 മാസം നോയമ്പ് പിടിച്ചതിനേക്കാൾ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ ഈ വ്യക്തിക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ നോയമ്പ് പിടിക്കുമ്പോൾ ആ നോയമ്പ് ക്ലിയർ ആവണമെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് അത് ഇഷ്ടമായ നോയമ്പാകണമെങ്കിൽ അത് സ്വീകാര്യമായ നോയമ്പാകണമെങ്കിൽ നമ്മൾ എന്ത് വേണമെന്ന് ചോദിച്ചാൽ ഈ നോയമ്പ് സമയത്ത് കഴിവതും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ സംസാരിക്കല്ലേ, ഫിത്ന പറയില്ലേ, പരദൂഷണം പറയില്ലേ, ഒരാളിന് ഇഷ്ടപ്പെടാത്ത കാര്യം നിങ്ങൾ സംസാരിക്കല്ലേ. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോയമ്പൊരു പക്ഷേ നഷ്ടത്തിലങ്ങായി പോകും. അങ്ങനെ ക്ലിയറായിട്ട് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തമ്പുരാൻ നമ്മുടെ പാവങ്ങളെ വരെ അങ്ങ് പുറത്തു തരുന്നതാണ്. മാത്രമല്ല ഇങ്ങനെ നമസ്കരിച്ച് നോയമ്പ് പിടിച്ച് തറാവീഹ് നിസ്കരിച്ച് ധർമ്മങ്ങൾ ചെയ്ത് അന്നദാനം വിതരണം നടത്തി ഇങ്ങനെയുള്ള സർവകർമ്മങ്ങൾ ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അല്ലാഹു പറയുന്നു സിറാത്തുൽ മുസ്തഖീമിൽ കടക്കേണ്ട കാര്യമില്ല. അവർ നേരെ അങ്ങ് സ്വർഗത്തിലേക്ക് അവരങ്ങ് പോകുന്നതാണ്. ഇത്രത്തോളം പ്രതിഫലമുള്ള ഒരു അമലാണ് നോയമ്പെന്ന് പറയുന്ന അമല്. അത് രഹസ്യമായ അമലും കൂടിയാണ്. മാത്രമല്ല ആർക്കെങ്കിലും നമ്മൾ സദക്ക ചെയ്യുന്നുവെങ്കിൽ
ഒന്നിന് 7 പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിരിക്കുന്നത്. 7 എന്ന് പറഞ്ഞാൽ അത് 70 ആകാൻ സാധ്യതയുണ്ട്, 700 ആകാൻ സാധ്യതയുണ്ട്, 70,000 അപ്പുറം വരെ അതിന് കിട്ടാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അത് നമ്മുടെ ചെയ്വനെയും നമ്മുടെ പ്രവൃത്തിയും അനുസരിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തീരുമാനമെടുക്കുന്നത്. ആർക്കെങ്കിലും ഒരു 10 രൂപ കൊടുത്താൽ അത് 7 പേർക്ക് അഥവാ 70,000 പേർക്ക് കൊടുത്തതിന് തുല്യമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ അത് കരുതുന്നത്. ആ ധർമ്മം ചെയ്യുന്നതും സക്കാത്ത് കൊടുക്കുന്നതും ആഹാര സംവിധാനങ്ങൾ ചെയ്യുന്നതൊക്കെ ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ അനുഗ്രഹിക്കട്ടെ. തൽക്കാലം ഞാനിപ്പോൾ നിർത്തുന്നു. ഞാൻ പറയുന്നതിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് പുറത്തു തരികയും കേൾക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഗുണങ്ങളും ഐശ്വര്യങ്ങളും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു.